മക്കളുടെ മരണത്തിന് വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിച്ച അമ്മമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഉണ്ട് എന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? കത്തോലിക്ക സഭ ചരിത്രത്തിൽ മക്കളെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത ഒരമ്മയുണ്ട്, സെയിൻറ്റ് റീത്ത. സെയിൻറ്റ് റീത്ത ഒരു കുലീന കുടുംബത്തിലെ അംഗമായിരുന്നു. പക്ഷേ കുടുംബ വഴക്കുകളും നിരന്തരമായ പോരാട്ടങ്ങളുമുള്ള ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു അവർ. അവരുടെ ഭർത്താവ് പാവുളോ ഈ ഒരു കുടുംബ ചേരിപ്പോരിൽ കൊല ചെയ്യപ്പെട്ടു. മക്കൾക്ക് പിന്നീട് പ്രതികാര ദാഹമായി. അവർ തങ്ങളുടെ അപ്പനെ കൊല ചെയ്ത ആളുകളെ കണ്ടെത്തി വധിക്കാൻ വേണ്ടി പെടാപ്പാട് പെട്ട് ഓടിയിറക്കുകയാണ്. സെയിൻറ്റ് റീത്തയെ സംബന്ധിച്ചിടത്തോളം അതൊരു മാരകഭാവമാണ്. കാരണം കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന രീതി ക്രൈസ്തവ രീതിയല്ലല്ലോ. അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, എൻ്റെ മക്കളുടെ കരങ്ങളിൽ രക്തക്കറ പുരളാതിരിക്കാൻ വേണ്ടി അവരെ അങ്ങ് നേരത്തെ തന്നെ എടുക്കണമേ. ഒരമ്മയുടെ പ്രാർത്ഥന ദൈവം കേട്ട് കാണണം. പ്ലേഗ് ബാധിച്ച് 2 മക്കളും മരിച്ചു. അവർ പിന്നീട് കോൺവെൻറ്റിൽ ചേർന്നു. സന്ത റീത്തായുടെ പള്ളിയുടെ മുമ്പിൽ ഞാൻ വന്ന് നിൽക്കുകയാണ്. ദാമ്പത്യ സ്നേഹത്തിൻ്റെ ഉദാത്ത വഴികളിലൂടെ സഞ്ചരിച്ച ഒരാൾ, നിന്നെരിഞ്ഞ് കത്തിപ്പടർന്ന് മെഴുകുതിരിയുടെ ധർമ്മം അനുഷ്ഠിച്ച് ഭർത്താവിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി ജീവിച്ചൊരാൾ. ഇനി മക്കൾ വഴിതെറ്റി പോകുമ്പോൾ മക്കളെ ദൈവമേ അങ്ങ് എടുത്തുകൊള്ളണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച ഒരാൾ. ഈ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ പള്ളിയായി മാറുന്നതിനെക്കുറിച്ചുള്ള ധ്യാനം എല്ലാവരുടെ ഉള്ളിൽ വരും. പ്രത്യേകിച്ചും ദമ്പതികൾ വിവാഹ വ്രത വാഗ്ദാനം പുതുക്കുന്നതിന് വേണ്ടി ഈ പള്ളിയിൽ വരുന്നത് നന്നായിരിക്കും. സെയിൻറ്റ് റീത്തയുടെ പള്ളിയിലേക്ക് നയിക്കുന്ന പടവുകളാണ്. ദാമ്പത്യം ഒരു പടവാണല്ലോ. ഈ പടവിലേക്ക് സ്നേഹപൂർവം നടന്ന് ദൈവത്തിൻ്റെ ഉദാത്തമായ കൃപയുടെ കൂടാരങ്ങളിൽ ദമ്പതികൾ എത്തിച്ചേരുമ്പോഴാണല്ലോ അവർക്ക് യഥാർത്ഥ വിരുന്നിൻ്റെ അനുഭവം ഉണ്ടാവുക. പാതി വഴിയിൽ പാട്ടൊഴിഞ്ഞ പോലെ പലരും പിരിഞ്ഞു പോകുന്നത് എന്തുകൊണ്ടായിരിക്കാം? കൃപയുടെ പടവുകൾ കയറി സമർപ്പണത്തിൻ്റെ ഔന്നത്യത്തിലേക്ക് എത്തിച്ചേരാൻ, വിരുന്നാസ്വദിക്കാൻ അവർക്ക് പറ്റാത്തതുകൊണ്ടായിരിക്കാം. എല്ലായിടത്തും വിരുന്ന് ആഘോഷങ്ങളുണ്ടാവട്ടെ. സെയിൻറ്റ് റീത്തയോടുള്ള പ്രാർത്ഥനയും അതുതന്നെയാണ്. സെയിൻറ്റ് റീത്തയുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കൂടപ്പുറപ്പായിട്ടുണ്ടായിരുന്നു. സെയിൻറ്റ് റീത്ത കുഞ്ഞായിരിക്കുമ്പോൾ കൃഷിവലരായ മാതാപിതാക്കൾ വയലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞിനെ തേനീച്ചകൾ വന്ന് പൊതിഞ്ഞത്രേ. പക്ഷേ ഈ തേനീച്ചകൾ ഒരു തരത്തിലും കുഞ്ഞിനെ ആക്രമിച്ചില്ല. ശരീരം മൊത്തത്തിൽ തേനീച്ചകൾ പൊതിഞ്ഞെങ്കിലും അവർ കുഞ്ഞിന് സുരക്ഷിതത്വം നൽകുന്ന മട്ടിലായിരുന്നു ശരീരത്തെ പൊതിഞ്ഞത്. ആ ഹൃദയത്തിൻ്റെ തേൻ ഭാവത്തെ തിരിച്ചറിഞ്ഞ് തേനീച്ചകൾ ഒരുമിച്ച് കൂടിയതാവാം. സെയിൻറ്റ് റീത്ത മരണക്കിടക്കയിൽ കിടന്നപ്പോൾ തൻ്റെ കസിനോട് പറഞ്ഞു, എനിക്ക് ഒരു റോസാപ്പൂവും അത്തിപ്പഴങ്ങളും കൊണ്ടുവന്നിരിക്കുക. അത് കടും ശൈത്യത്തിൻ്റെ നാളുകളാണ്. ആ സമയത്ത് റോസാപ്പൂക്കൾ വിരിയില്ല, അത്തിപ്പഴങ്ങളും ഉണ്ടാവില്ല. പക്ഷേ കസിൻ തോട്ടത്തിൽ ചെന്നപ്പോൾ മഞ്ഞുറഞ്ഞു കിടക്കുന്നിടത്ത് ഒരു പനിനീർ പുഷ്പം പുഞ്ചിരിച്ച് നിൽക്കുന്നു. അത്തിപ്പഴങ്ങളും ഉണ്ടായിരുന്നു. 2ഉം വിശുദ്ധയ്ക്ക് കൊടുത്തു. കോൺവെൻറ്റിൽ വെച്ച് അനുസരണാവൃതം പാലിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മദർ സുപ്പീരിയർ സെയിൻറ്റ് റീത്തായോട് ഉണങ്ങി വരണ്ട ഒരു മുന്തിരിച്ചെടിയെ ലാളിക്കാൻ പറഞ്ഞു. എല്ലാ ദിവസവും വെള്ളമൊഴിക്കാൻ പറഞ്ഞു. ഒരു തരത്തിലും അത് കിളിർക്കാനോ മുന്തിരി ഉണ്ടാകാനോ സാധ്യത ഉണ്ടായിരുന്നില്ല. പക്ഷേ സെയിൻറ്റ് റീത്ത വെള്ളമൊഴിച്ച് ഉണക്ക കമ്പിൽ നിന്നും തളിരിലക വന്നു. പിന്നെ കനികളും പൂക്കളുമുണ്ടായി. ഇന്നും ആ മുന്തിരിവള്ളി അവിടെയുണ്ട്. ആളുകൾ അത്ഭുതത്തോടു കൂടി അത്ഭുതകരമായ അനുസരണയുടെ മുന്തിരിവള്ളി എന്ന് അതിനെ വിളിക്കുന്നു. സെയിൻറ്റ് റീത്ത മരിക്കുന്നതിന് മുമ്പ് അവരുടെ നെറ്റിയിൽ ഒരു മുറിവ് കാണപ്പെട്ടു.
പിന്നീട് അവർ മരിച്ചതിന് ശേഷം അവരുടെ ശരീരത്തിൽ നിന്നും ദൈവികമായൊരു സുഗന്ധം പരന്നൊഴുകി ഏറെ വർഷം കഴിഞ്ഞിട്ട് ഇന്നും നിങ്ങൾക്ക് ഈ പള്ളിക്കകത്ത് അവരുടെ അഴുകാത്ത ശരീരം കണ്ടെത്താൻ സാധിക്കും. നിത്യതയെ സ്വപ്നം കണ്ട് കണ്ണുകളടച്ച് ധ്യാനിച്ച് കിടക്കുന്ന ഒരമ്മയുടെ രൂപം നിങ്ങൾ കാണുമ്പോൾ നിത്യതയെക്കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങൾക്കുണ്ടാകും. ശരീരത്തിന് അതീതമായി പ്രണയിക്കുന്ന മനുഷ്യരുടെ ശരീരം തന്നെ അഴുകാതെ ഇരിക്കാം. അതൊരു അസ്വാഭാവികതയല്ല. വിശുദ്ധ റീത്തയുടെ ഓർമ്മകൾ നിറയുന്ന ഈ പള്ളിയിൽ അവരുടെ അഴുകാത്ത ശരീരത്തിൻ്റെ മുമ്പിൽ ധ്യാനപൂർവം ഞാനിരിക്കുന്നു. പ്രണയം ഒരിക്കലും അഴുകി ഇല്ലാതാവുന്നില്ലല്ലോ. പ്രണയം അനശ്വരമാണ്. ദൈവികതയിൽ ഒരാത്മാവ് ഒന്നുചേർന്ന് കഴിയുമ്പോൾ ശരീരത്തിന് തന്നെ അഴുക്കില്ലാത്ത അഴകിൻ്റെ ഭാവം വരാം. അങ്ങനെ ഒരു പ്രണയത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വിശുദ്ധ ധ്യാനത്തിലേക്കും ഉണർവുള്ള ജീവിതത്തിലേക്കും സ്നേഹത്തിലേക്കും എന്നെയും നയിക്കുന്നു. നന്ദി ദൈവമേ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ സ്വർഗം താഴേക്കിറങ്ങി വന്ന് ഭൂമിയെ തൊട്ട് തലോടുന്ന പോലെ നമുക്ക് തോന്നും. ചുറ്റിലൊന്ന് കണ്ണോടിക്കുമ്പോൾ വല്ലാതെ ഹൃദയത്തെ ആനന്ദാനുഭൂതിയിലേക്ക് നയിക്കുന്ന കാഴ്ചകൾ കാണാം. പച്ചപ്പ് വിരിച്ച് ഇട്ടിരിക്കുന്ന പോലെ ഭൂമിയുടെ സൗന്ദര്യം ഇത്രയൊക്കെ ആകർഷകമായിട്ട് പച്ചപ്പിനെ നിലനിർത്തുന്ന ഈ സംസ്കാരത്തെ അഭിനന്ദിക്കാതിരിക്കുവാൻ സാധിക്കില്ല. പ്രകൃതിയോട് അങ്ങേയറ്റം അടുപ്പം കാണിക്കുന്ന വീടുകൾ. പണ്ടത്തെ അതേ രീതികൾക്ക് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. നിങ്ങൾ താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന വീടുകൾക്ക് ഏതോ ഒരു 16-ാം നൂറ്റാണ്ടിൻ്റെയോ മറ്റോ ഛായ നിങ്ങൾക്ക് തോന്നും. ആൽപ്സ് പർവ്വത നിരകളുടെ താഴ്വാരത്തിലുള്ള അതിസുന്ദരമായ ഒരു ഗ്രാമാന്തരീക്ഷം നിങ്ങളെ ചിന്തയിലേക്കും ഉണർവിലേക്കും ആനന്ദത്തിലേക്കും നയിക്കും, സംശയമൊന്നുമില്ല. ഈ മനോഹര തീരത്തു വരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന് ആരൊക്കെയോ എവിടെയൊക്കെയോ മന്ത്രിക്കുന്നുണ്ടാകാം. അതിസുന്ദരമായ ഈ ഗ്രാമത്തിൻ്റെ അഴക് ഹൃദയത്തിൽ ഏറ്റുവാങ്ങുമ്പോൾ അഴുക്കെല്ലാം പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്ന പോലെ